ഞാൻ 5 വയസ്സുള്ളപ്പോൾ പഠിച്ചു തുടങ്ങിയതാണ്. ഈ കളരി ഇപ്പോ നിങ്ങളുടെ കളരിയാണോ? അതെ, ഇത് ഞങ്ങളുടെ കളരിയാണ്. HGS കളരി എടപ്പാളിലാണുള്ളത്. അപ്പോ ഗുരു ആരാ? ഗുരു എന്റെ ഫാദറാണ്, ഹനീഫ. അപ്പൊ ആ ഫോട്ടോ കാണുന്നത് അതിന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. പരമ്പരാഗതമായിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണല്ലേ? ഓ, അപ്പം ചെറുപ്പത്തിൽ മുതൽ ഈ കളരിയിൽ വന്നോ? എങ്ങനെയാ സംഭവം പറ. ചെറുപ്പത്തൊട്ട് തന്നെ എന്റെ ബ്രദറും സിസ്റ്ററും ഇതിലുള്ളതാണ്. അപ്പൊ ഞാൻ കാണുന്നതാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ പതിയെ അവര് ഇനി ഇറക്കേണ്ട ആവശ്യം വന്നില്ല. ഞാൻ അവർ ചെയ്യുമ്പോ തന്നെ ഞാൻ കൂടെ ഒന്ന് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇറങ്ങി. അതായത് വീടടുത്തല്ലേ? അപ്പം കളരിയിൽ പെട്ടെന്ന് വന്ന് കുഞ്ഞായിരിക്കുമ്പോഴേ പഠിച്ചു തുടങ്ങി? ആദ്യം വീട്ടിൽ വെച്ചിട്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അങ്ങനെ പരിപാടിക്കൊക്കെ പോയതിനു ശേഷമാണ് കുട്ടികൾ വന്നു തുടങ്ങിയത്. അപ്പൊ നമ്മുടെ ഇവിടെ ഷെഡൊക്കെ ഇട്ട് സ്പോർട്സ് അഫിലിയേറ്റഡ് ആക്കി. എപ്പോഴാണ് ഇതിനകത്തൊരു താല്പര്യം വരുന്നത്? താല്പര്യം ഇൻ ദ സെൻസ് വീട്ടിലെല്ലാരും ചെയ്യുന്നോണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അങ്ങനത്തെ ഒരു ഇതാണ് എനിക്കുണ്ടായിരുന്ന മെന്റാലിറ്റി. അത് കുഴപ്പമില്ല, നമ്മൾ എന്റെ ലൈഫിൽ ഇത് ഉള്ളതാണെന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ഇൻട്രസ്റ്റോട് പോയിട്ട് അങ്ങനെ നല്ലതൊക്കെ എന്നും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെയാണല്ലേ? ആദ്യം മുതലേ നമ്മളിത് ചെയ്തു പോകുന്നത്. പക്ഷെ ഇത് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യമായി ചെയ്യേണ്ടി വരും. അതെ, അപ്പൊ ഗുരുവിന്റെ കുറച്ച് തല്ലൊക്കെ കിട്ടും. എങ്ങനെയാ? പ്രഷർ ഉണ്ടാവും. കോമ്പറ്റീഷന്റെ ഇറങ്ങുന്നതിന് മുന്നേ ഒക്കെ നമ്മള് പ്രൈസ് അടിക്കണം എന്നൊക്കെ. ആദ്യ തവണയൊക്കെ നമ്മൾ ഗേൾസിൽ കുറവായിരിക്കും കുട്ടികൾ ഇറങ്ങുന്നത്. പൊതുവെ ബോയ്സും ഗേൾസും തമ്മിൽ നോക്കുമ്പോൾ ഗേൾസിൻ്റെത് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഒരു ഈസി കോമ്പറ്റീഷനാണ്. പക്ഷെ ഇപ്പോൾ 3 വർഷത്തോളമായിട്ട് ബോയ്സിനെ കാട്ടിയും ഗേൾസ് ആണ് പാർട്ടിസിപ്പൻസ് ഉണ്ടാവാറ്. അപ്പോൾ നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ എനിക്ക് അക്കാദമിക്സിന്റെ കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പ്രൈസ് എടുക്കാറുണ്ട്. അല്ല, ഈ ഒരു അൻഷിഫയുടെ ഒക്കെ ഒരു അടുത്ത് നിന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അൻഷിഫയ്ക്ക് കുഴപ്പമില്ല. പൊതുവിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജില്ലയുടെ അവസ്ഥ? പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈമിലൊക്കെ ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങളെ കോമ്പറ്റീഷന് പോളെടുത്തത്. അപ്പൊ അവിടുന്ന് വേറെ കളരിക്കാരെന്നെ വന്നിട്ടേക്കണേ, എന്തിനാ ഇങ്ങനെ പെൺകുട്ടികളെ ഇറക്കുന്നേ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഉപ്പ നെവർമൈൻഡ് ചെയ്തു, ഉപ്പ കാര്യമാക്കണ്ട, നീ ഇറങ്ങിക്കോ എന്നുള്ള രീതിയിൽ തന്നെ. കാരണം എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് എന്റെ താത്താനെ ഇറക്കിയത്. താത്ത നാഷണൽ ചാമ്പ്യൻ ആണ്. അതിന്റെ ശേഷമാണ് പിന്നെ ഞാനൊക്കെ വന്നു തുടങ്ങിയത്. ആരിഫ കോടിയിൽ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവളാണ് ശരിക്കും കളരിയില് ഞങ്ങളുടെ ജില്ലയിൽ തന്നെ ഈ പെൺകുട്ടികളെ ഈ കളരിയിലേക്ക് വരാനുള്ള ഒരു മാർഗം കാണിച്ചത്. കാരണം അവളുള്ള ആങ്ങളെയാണ് ഈ ആദ്യം ഉണ്ടായിരുന്നത്, ഇവിടെ ഈ കളരിയിലുണ്ടായിരുന്നത്. അപ്പൊ അവളുടെ പേരിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തുനിന്ന്, ഇന്ത്യക്ക് പുറത്തുനിന്ന് തന്നെ അന്വേഷണങ്ങൾ തന്നെ ആരിഫ കോടിയിൽ നിന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ ഇപ്പൊ കുറെ പെൺകുട്ടികളുണ്ട്. ഇപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റിന്ന് ആയിക്കോട്ടെ കുറെ പെൺകുട്ടികൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. ഈ ഉപ്പ ഇറങ്ങിയത് കൊണ്ടായിരിക്കും, ഉപ്പ സ്ട്രോങ് ആയതുകൊണ്ടാ. ബുള്ളറ്റിൽ ഉപ്പ വരുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി ഉപ്പയായിരിക്കും ഇതിന്റെ മുൻപേ നടന്നിട്ടുള്ള ഒരാളെന്നുള്ളത്. ഉപ്പ സ്ട്രോങ് ആയതുകൊണ്ടാണ് നാട്ടുകാർക്കൊക്കെ ഒരു കുഴപ്പമില്ല അല്ലേ? ഇല്ല, ഉപ്പാട് പൊതുവെ ചേട്ടിലൊക്കെ എന്ന് പറയും, എന്തിനാ മകളൊക്കെ സ്റ്റേജിലൊക്കെ ഇറക്കുന്നത് എന്നുള്ളൊരു